ചിലപ്പോൾ നമ്മൾ വെച്ച മുട്ട വേസ്റ്റായി പോയി, അല്ല നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വെറുതെ ആയിപ്പോയി എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. സന്തോഷേട്ടൻ പറഞ്ഞ് മുട്ട കംപ്ലീറ്റും പോയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കളയാതെ വീണ്ടും അതിൻ്റെ അകത്ത് തന്നെ വെച്ച് ഞങ്ങൾ കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പം കുട്ടികളെല്ലാം വിരിഞ്ഞിരിപ്പും. ഇത് എനിക്ക് അത്ഭുതമാണ്. മുട്ട നമുക്ക് 8 രൂപയ്ക്കും കിട്ടി, 10 രൂപയ്ക്കും കിട്ടി. ഇതിപ്പം 60 ദിവസം പ്രായം. പല ഐറ്റം ഉണ്ട് കേട്ടോ. കരിങ്കോഴി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗിരിരാജനുണ്ട്. സന്തോഷേട്ടനെ എപ്പോൾ വേണം എന്താവശ്യത്തിന് വിളിച്ചാലും സന്തോഷേട്ടൻ ഓൾ സ്പോട്ടിൽ മൊബൈൽ എടുക്കും. പുള്ളി വിശ്വസിച്ചില്ല. പുള്ളി പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചോ എന്നാണ് പുള്ളിക്കാരൻ ചോദിച്ചത്. വിരിയില്ല എന്ന് പറഞ്ഞെടുത്ത് കളയാൻ പറഞ്ഞ മുട്ടകൾ വിരിഞ്ഞ് അതിന്റെ കുട്ടികളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വെറും 2500 രൂപ മുടക്കി കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് 3 ആഴ്ചക്കുള്ളിൽ 7000 രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കുക എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പാലക്കാടുള്ള സന്തോഷേട്ടൻ്റെ KRS ഇൻക്യുബേറ്റേഴ്സിൻ്റെ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ആലപ്പുഴ പരവൂരുള്ള നമ്മുടെ മനോജേട്ടൻ വാങ്ങിയ ഇൻക്യുബേറ്ററാണ് നമ്മുടെ മുമ്പിലുള്ളത് കേട്ടോ. അപ്പോൾ മനോജേട്ടനെ പറ്റി നമ്മളൊരു ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ അവിശ്വസനീയമായ ഒരു സംഭവം തന്നെ ആയിരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പുള്ളിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. മനോജേട്ടാ, ഇത് ശരിക്കും എന്താ സംഭവിച്ചത്? ഇവിടെ നമ്മൾ മുട്ട വെച്ച് പിരിയാനായിട്ട് ഒരു 4 ദിവസം ബാലൻസ് ഇരിക്കുകയാണ് ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് മരം വീണ് ഒടിഞ്ഞു പോയത്. ഓ, അതായത് കാറ്റത്തും മഴയത്തും വീഴുന്നു. കാറ്റത്തും മഴയത്തും ഭയങ്കര മഴയും കാറ്റും വരുന്നു. ആ സമയത്താണ് ഈ പോസ്റ്റ് ഒടിഞ്ഞു വീഴുന്നത്. അപ്പം നമുക്കൊരു 2 ദിവസം അടുത്ത് നമുക്ക് കറണ്ട് ഇല്ലാതായി. 2 ദിവസം അടുത്തെന്ന് പറയുമ്പോൾ എത്ര നേരം ഏകദേശം? ഇത് രാവിലെ 9 മണിക്ക് പോയ കറണ്ട് പിറ്റേ ദിവസം വൈകുന്നേരം 6 മണിക്കാണ് കറണ്ട്. 1.5 ദിവസം ഏകദേശം 1.5 ദിവസത്തോളം കറണ്ട് ഇല്ലായിരുന്നു. അപ്പം കറണ്ട് ഇവിടെ ഇല്ലായിരുന്നു, എങ്ങും ഇല്ലായിരുന്നു. എന്നിട്ടാണ് നമുക്കിപ്പോ ഈ ഒരു റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വിരിഞ്ഞിറങ്ങുമെന്ന് ശരിക്കും ചേട്ടൻ വിചാരിച്ചു? ഇല്ല, ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. ഇതിപ്പോൾ നമ്മൾ വെച്ച മുട്ട വേസ്റ്റായി പോയി, അല്ല നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വെറുതെ ആയിപ്പോയി എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് നമ്മൾ സന്തോഷേട്ടനെ വിളിച്ചത്. സന്തോഷേട്ടൻ പറഞ്ഞ 8 മണിക്കൂർ മാത്രമേ ഈ ടെർമോക്കോൾ പെട്ടിക്ക് ഞാൻ ഗ്യാരണ്ടി പറയും. അതായത് 8 മണിക്കൂർ ഗ്യാരണ്ടി പറഞ്ഞ സാധനത്തിൽ നിന്നാണ് ഇപ്പതേ കുട്ടികൾ വിരിഞ്ഞ് ഇറങ്ങി നിൽക്കുന്നതാണല്ലേ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സന്തോഷേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോൾ സന്തോഷേട്ടൻ വിശ്വസിച്ചു? ഇല്ല, പുള്ളി വിശ്വസിച്ചില്ല. പുള്ളി പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചോ എന്നാണ് പുള്ളിക്കാരൻ ചോദിച്ചത്. അപ്പൊ പുള്ളിക്കാരൻ പറയും പുള്ളിക്കാരൻ 8 മണിക്കൂറേ ഞാൻ നിങ്ങൾക്ക് പറയുന്നുള്ളൂ. അപ്പൊ ഈ 8 മണിക്കൂർ മേളിൽ ഇത് പോയി. സന്തോഷേട്ടൻ പറഞ്ഞ് മുട്ട കംപ്ലീറ്റും പോയെന്നാ പറഞ്ഞു. 8 മണിക്കൂർ വരെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞ് 8 മണിക്കൂർ ഞാൻ ഗ്യാരണ്ടി പറയത്തുള്ളൂ. അത് മനോജ മുട്ട കംപ്ലീറ്റും പോയെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കളയാതെ വീണ്ടും അതിന്റെ അകത്ത് തന്നെ വെച്ചു. വിഷമം ഇനിയിപ്പോ 4 ദിവസമല്ലോ, ഒന്ന് വെച്ച് നോക്കാം, ചിലപ്പോ ബിരിയാണി കൊടുത്താലാ. അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെ ഇരിക്കെ മിനിഞ്ഞാന്ന് രാത്രി ഒരു കരച്ചിൽ കേട്ടു ബോക്സിന്റെ അകത്ത്. അപ്പൊ ഞങ്ങൾ വന്ന് നോക്കുമ്പം മുട്ട ഒരെണ്ണം വിരിഞ്ഞിരിക്കുന്നു. ഒരെണ്ണം വിരിഞ്ഞ്. പിന്നെ ഞങ്ങൾ അങ്ങനെ നോക്കി അതിന്റെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പം കുട്ടികളെല്ലാം വിരിഞ്ഞിരിപ്പുണ്ട്. കുറെയൊക്കെ വിരിഞ്ഞു തുടങ്ങി. ഇതിപ്പോ മൊത്തം എത്ര കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട്? ഇപ്പൊ ഏകദേശം ഒരു 40-നടുത്ത് നമുക്ക് വിരിഞ്ഞു. 30-40 ഇടയ്ക്ക് കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട്. ഇത് പല ടൈപ്പിലുള്ള കുട്ടികളാണ്. ഇതിന്റെ അകത്ത് നമ്മുടെ താറാവിന്റെ മുട്ട വെച്ചിട്ടുണ്ട്. താറാവ് വെച്ചിട്ടുണ്ടല്ലോ? താറാവും ഉണ്ട്, കോഴിയും ഉണ്ട്. താറാവ് വിരിഞ്ഞിറങ്ങാൻ എത്ര ദിവസം എടുക്കും? അത് 28 ദിവസം 30 ദിവസം അങ്ങനെ ടൈം കൂടുതൽ എടുക്കും. ഓക്കെ. എന്നാലും നമ്മുടെ കോടികൾ വിരിഞ്ഞ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുട്ടികളാണ്. ഇതിപ്പോ ഗിരിരാജനല്ലേ? ഇത് ഗിരിരാജനുണ്ട് അല്ലേ? അപ്പം 2 ടൈപ്പ് കുട്ടികളാണുള്ളത് അല്ലേ? 2 ടൈപ്പ്. ഇത് മൊത്തത്തിൽ എത്ര കുട്ടികൾ നമ്മൾ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു? ഇതിപ്പം മുട്ട എല്ലാം കൂടെ ഒരു 60-70 കോഴിമുട്ട വെച്ചിട്ടുണ്ട്. 60-70 കോഴിമുട്ട. ഓക്കെ. ഒരു 40 താറാവ് വെച്ചിട്ടുണ്ട്. അത്ര വെച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ 200 എണ്ണം വെക്കുന്ന ഒരു നമ്മൾ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് മുട്ട കിട്ടാൻ ഷോർട്ട് ഉണ്ടല്ലേ? ഇപ്പൊ ഈ തണുപ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെയും ഭയങ്കര ഡിമാൻഡാണ്. ഇതിനകത്ത് പല നമ്പറാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ 11-ാം തീയതി വെച്ച മുട്ടയാണ്. അത് കോഴിയാണ്. 11-ാം തീയതി വെച്ചിരിക്കുന്നതാണ് 18. പിന്നെ അത് 18-ാം തീയതി കിട്ടിയ മുട്ടയ്ക്കാണ് ഈ 18 എഴുതി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് വെക്കുകയല്ല. പല ഡേറ്റിന് കിട്ടുന്ന സാധനം നമ്മൾ അങ്ങനെ 1-ാം തീയതി വെച്ചാണെങ്കിൽ താറാവ് മുട്ട. അപ്പൊ 1 എഴുതിയിരിക്കുന്നത്. മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ കിട്ടിയിരിക്കുന്ന ഡേറ്റ് അതിനകത്ത്. പിന്നെ അതെ 13-ാം തീയതി വെച്ചിരിക്കുന്ന 13-ാം തീയതി വെച്ചിരിക്കുന്ന താറാവ് കോഴിമുട്ടയാണ്. അങ്ങനെ ഒരേ ഡേറ്റ് ഇട്ടാ വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ 2500 രൂപ മുടക്കി ഇത് വാങ്ങിയെങ്കിലും ചേട്ടന് ഹാപ്പിയാണ്? ഞാൻ വളരെ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അതെ. ഒരു വട്ടം വിരിയിച്ചപ്പോ തന്നെ ചേട്ടന് അതിന്റെ ഒരു പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞു. അപ്പൊ നമ്മള് ഇൻക്യുബേറ്റർ വാങ്ങിയിരിക്കുന്നത് നമ്മുടെ പാലക്കാടുള്ള KRS ഇൻക്യുബേറ്ററിൽ നിന്നാണ്. നമ്മുടെ സന്തോഷേട്ടൻ. അപ്പം പുള്ളിക്കാരൻ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടടിച്ചിരിക്കുകയാണ് ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പുള്ളിയുടെ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം
പറയുന്നത്. എന്തായാലും നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇനിയിപ്പം താറാവ് വിരിയാനുണ്ട് കേട്ടോ. താറാവിന്റെ കാര്യം എന്താണ് റിസൾട്ട് അറിയത്തില്ല, നമുക്ക് കോഴിയുടെ റിസൾട്ടാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത്. എന്തായാലും സന്തോഷേട്ടൻ പിന്നെ വിളിക്കുക പറയുകയൊക്കെ ചെയ്യുന്നുണ്ടോ? സന്തോഷേട്ടനെ എപ്പോൾ വേണം എന്താവശ്യത്തിന് വിളിച്ചാലും സന്തോഷേട്ടൻ ഓൾ സ്പോട്ടിൽ മൊബൈൽ എടുക്കും. എപ്പോൾ വിളിച്ചാലും ഏത് പാരാത്രിക്ക് വിളിച്ചാലും പുള്ളി ഫോൺ എടുക്കും. പുള്ളി എന്നിട്ട് ആ സമയത്ത് പുള്ളിയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതായത് പുള്ളി ജസ്റ്റ് ഒരു ഇത് സെയിൽ ചെയ്തു അവിടെ വെച്ച് ബിസിനസ് അവസാനിപ്പിക്കുന്ന ആളല്ല. പുള്ളി എന്ത് കാര്യവും നമ്മൾ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാലും പുള്ളി സ്പോട്ടിൽ ഫോൺ എടുക്കും, നമുക്ക് മെസ്സേജ് പാസ് ചെയ്യും. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ 17 ദിവസം കൊണ്ട് നമ്മുടെ മുട്ട വിരിഞ്ഞിറങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോജേട്ടൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടിട്ട് പല ആളുകളും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഇട്ടായിരുന്നു. അവരോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഇത് എനിക്ക് അത്ഭുതമാണ്, 17 ദിവസം കൊണ്ട് മുട്ട വിരിയുന്നതെന്ന് പറഞ്ഞാൽ. അതായത് ചേട്ടന് പോലും അത് അത്ഭുതമാണ്. എനിക്കൊരു അത്ഭുതമാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് മുട്ട വെക്കുന്നതിന് മുമ്പ് ഒരുപാട് പേർക്ക് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു 21 ദിവസം എടുക്കും മുട്ട വെച്ച് വിരിയാൻ. ശരാശരി ഒരു 21 ദിവസം എല്ലാവരും പറയുന്നു. പക്ഷെ അത് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. റൂമിന്റെ അകത്തൊക്കെ നല്ല ചൂടായിരിക്കും ആ സമയത്തൊക്കെ. അതായത് കാലാവസ്ഥയുടെ അതിലൊരു ഫാക്ടർ. കാര്യം നമുക്കിപ്പം ഞാൻ തന്നെ ന്യൂസിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇപ്പം മുട്ട ട്രേക്കകത്തിരുന്ന് കടക്കകത്തിരുന്ന് വരെ വിരിഞ്ഞിറങ്ങുന്ന രീതിയിലുള്ള കാടമുട്ടയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു ഫാക്ടറായിട്ട് വന്നിട്ടുണ്ട്. ഐഡിയലി ചേട്ടനും പറയുന്നത് 21 ദിവസം തന്നെയാണ്. പിന്നെ ചേട്ടൻ്റെ അടുത്ത് സംഭവിച്ചുകൊണ്ട് ചേട്ടൻ അത് നമ്മളോട് പങ്കുവച്ചു. അത്രേ ഉള്ളൂ. ശരിക്കേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? കഴിഞ്ഞ വർഷം കുത്തി അപ്പുറത്ത് കിടപ്പുണ്ട്. ഇതിപ്പോ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടെ വിരിയിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. ഇതിനകത്ത് ഇപ്പൊ എത്ര പെടയുണ്ട് ചേട്ടാ? ഇതിനകത്ത് പിന്നെ പൂവന്റെ മാത്രമേ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പൂവൻ ഒരു 10-15 പൂവനും അടുത്ത് വരുന്നുണ്ട്. 15ഓളം പൂവനുണ്ട്. ബാക്കിയെല്ലാം പെടയാ വന്നിരിക്കുന്നത്. നമ്മൾ സാധനങ്ങൾ കൊടുത്തായിരുന്നു ബാലൻസ് വന്നത്. ഇതിപ്പം കുറവ് അന്നത്തെ വെച്ച് ഇറങ്ങി വെച്ചിട്ട് കുറവാണല്ലോ. അല്ല, അത് നമ്മൾ പിന്നെ വേറെ ഒരു കസിന്റെ വീട്ടിലോട്ട് കുറച്ച് കൊടുത്തു വിട്ടു. ബാക്കി നമ്മൾ കൊടുക്കാതെ വന്നു. പേരന്റ് സ്റ്റോക്കിന് ആവശ്യമുള്ള മാത്രമാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അല്ലേ? ബാക്കിയെല്ലാം നമ്മൾ കൊടുത്തു വിട്ടു നമ്മുടെ കസ്റ്ററിന് വേണ്ടി. ഇതിപ്പം അത് എത്ര ദിവസം പ്രായമുണ്ട് ഇതെല്ലാം? ഇതിപ്പം 60 ദിവസം പ്രായം. പല ഐറ്റം ഉണ്ട് കേട്ടോ. കരിങ്കോഴി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗിരിരാജനുണ്ട്, പിന്നെ കൈരളി ഉണ്ട് അല്ലേ? കൈരളി ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഇത് കൊടുക്കത്തില്ലല്ലോ നമ്മൾ. ഇത് ഞാൻ ഇപ്പൊ വിൽക്കാറില്ല. എന്ന് വെച്ചാൽ നമുക്ക് മുട്ടയ്ക്ക് ഭയങ്കര ഭയങ്കര ഷോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കുന്നു. അപ്പം ഇത് പൂവന്മാരാണോ മണ്ടയ്ക്ക്? ഇത് മറ്റേ കാപ്പിരി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ പേരന്റ് സ്റ്റോക്ക് ആയിട്ട് ഇട്ടിരിക്കുക. അപ്പൊ ഇതിന് ഇങ്ങനെ തന്നെ ഇടാനാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതിന് ഈ വലിയ കൂടുണ്ട്, അപ്പുറത്ത് വലിയ കൂടിലോട്ട് മാറ്റാനുള്ള പ്ലാനാണ്. ഇപ്പൊ രാത്രി ആയപ്പോ പട്ടിശല്യം ഉള്ളതുകൊണ്ട് ഇതിന്റെ അകത്തോട്ട് മാറ്റിയത്. പട്ടിശല്യം ഉണ്ട് ഇവിടെ? പട്ടിശല്യം ഉണ്ട്, അപ്പുറത്ത് പട്ടിയുള്ളതുകൊണ്ട്. അപ്പൊ നമ്മുടെ ഇൻക്യുബേറ്ററുകൾ ആവശ്യമുള്ളവർക്കായിട്ട് നമ്മുടെ സന്തോഷേട്ടന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡോട് വീണ്ടും കാണുന്നവരെ